ജില്ലാ കലോത്സവത്തില് മംഗലം കളിക്ക് ഒരു വിധികർത്താവ് കാസർഗോഡ് നിന്ന് എത്തുകയാണ്. അദ്ദേഹം വരുമ്പോൾ, അതായത് ഈ സബ് ജില്ലകളിൽ ഈ വിധികർത്താക്കൾക്ക് കൊടുക്കുന്ന പൈസ വളരെ തുച്ഛമാണ്. എന്നിട്ട് ഇതിനെ അറിയാവുന്ന ഒരു വിധികർത്താവിനെ മാത്രം കാസർഗോഡ് നിന്നൊക്കെ വരുത്തിയിട്ട് ആ ഏത് സബ് ജില്ലകളാണോ അവര് അടുത്തുള്ള ഇതുമായി യാതൊരു ബന്ധവും, അതായത് എന്താണ് മംഗലം കളി അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ആൾക്കാരെയാണ് കൂടിയിരുത്തുന്നത് വിധികർത്താക്കളായിട്ട്. അവരോട് വിളിച്ച് പറഞ്ഞു, നിങ്ങളൊന്നും തീരുമാനിക്കേണ്ട, രണ്ടോ മൂന്നോ എണ്ണൊക്കെ കാണത്തുള്ളൂ, 2 എണ്ണം അങ്ങനെ കാണത്തുള്ളൂ, ഞാൻ ഞങ്ങളുടെ കൂടെ ഇരുന്നാ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷെ അതല്ല, ഈ എന്താണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന ആ ഒരു കലകളെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ബോധമുള്ളവരെ വേണം ഈ സബ് ജില്ല തൊട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്, ഈ സബ് ജില്ലയിൽ തന്നെ ഇരുത്താൻ. അല്ലാത്ത ഏതാണ് ശരി എന്നാൽ ഒരു വിധികർത്താവിന്റെ ചിന്തകൾ ആയിരിക്കത്തില്ല. അതിപ്പോ ഏതൊരു കലയായാലും, ഒരു സംഗീതമായാലും, നൃത്തമായാലും, മറ്റ് ഇതര കലകളായാലും, നമുക്കിപ്പം ഞാൻ ചിന്തിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ആയിരിക്കത്തില്ല അടുത്ത വിധികർത്താക്കൾ. പല രീതിയിലാണ് ഓരോ വിധി നിർണ്ണയം നടത്തുന്നത്. അതായത് ഈ വിധികർത്താക്കൾ തമ്മിൽ ഒരു കാരണവശാലും സംസാരിക്കാനുള്ള ഒരു ഇട കൊടുക്കാതെ 3 സ്ഥലങ്ങളിൽ ഇരുത്തുകയും ഇതിനെക്കുറിച്ച് ബോധമുള്ളവരെ ഇരുത്തണമെന്നാണ് എൻ്റെ ഒരു. ഇപ്പോഴത്തെ പുതിയ 3-4 കലകൾ വന്നതിനെ കുറിച്ച് എവിടൊക്കെ സബ് ജില്ലകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ വിധികർത്താക്കൾ ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരാൾക്കെങ്ങാനും അറിയാമായിരിക്കും. കാരണം ആർക്കും ഇതിനെക്കുറിച്ച് അറിയാതെ വന്ന്, എന്നുവെച്ചാൽ സബ് ജില്ലയിൽ അവർക്ക് കൊടുക്കാൻ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് എവിടുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരാളെ കൊണ്ടുവരും. അദ്ദേഹം വന്നിരുന്നിട്ട് ആരെങ്കിലും അവിടെ ഉള്ളവരെ ഇരുത്തുക, അതിനകത്തെങ്കിലും ഉള്ളവരെ, അല്ലെ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഉള്ളവരെ പിടിച്ചിരുത്തിയിട്ട് നടത്താതെ അതിനുള്ളൊരു തീരുമാനം വരണം. അതിപ്പം രക്ഷകർത്താക്കളോ കുട്ടികളോ അല്ല തീരുമാനിക്കേണ്ടത്, അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ തീരുമാനിച്ച് അവർക്ക് കൊടുക്കാനുള്ള പൈസകൾ റെഡിയാക്കി ചെയ്യണം.